അമലയാണ് ആ റൂമറിന്റെ പിന്നില്. മാസങ്ങളോളം പല്ല് തേക്കാതെ അഭിനയിക്കാനോ കൂടെ നിൽക്കാനോ എനിക്ക് പറ്റുമെന്ന് അറിയില്ല. ഇനി അമലക്ക് അത് എപ്പോഴാണ് തോന്നിയതെന്നും എനിക്കറിയില്ല. കാര്യം ആ ക്യാരക്ടറിന് അങ്ങനെ ഒരു ഔട്ട്ലൈൻ ഉണ്ടായിരുന്നു. കാണുമ്പം കാര്യം ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ് അയാള്. ഒരു സമയം കഴിഞ്ഞപ്പോൾ അയാൾ ലുക്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അയാളുടെ ജീവിത രീതിയെ പറ്റിയിട്ടോ ഒന്നും അയാൾ ബോധേഡല്ല. സോഴ്സസ് അങ്ങനെ സൗകര്യമില്ലാത്തതുകൊണ്ടൊന്നുമല്ല, പുള്ളി ബോധേഡല്ലായിരുന്നു, ആരും കാണാനില്ല. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനതിനു വേണ്ടി പല്ല് തേക്കാതിരുന്നിട്ടൊന്നുമില്ല. പിന്നെ ആ പല്ല് ഒരു പ്രോസ്തറ്റിക് ആണ്. ഒരു ഡോക്ടറെ കൊണ്ട് നമ്മുടെ റോളക്സ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടാക്കിയതാണ്. അപ്പൊ ആ പല്ല് ഞാനാണ് ഡെയിലി വീട്ടിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഷൂട്ട് കഴിഞ്ഞത് റൂമിൽ കൊണ്ടുപോയി ഞാൻ തന്നെ രാവിലെ വൃത്തിയാക്കി കൊണ്ടുവരുമായിരുന്നു. അപ്പം ആ പല്ലാണ് ആ കാണുന്നത്. എന്റെ പല്ല് അകത്തുണ്ട്, അത് ഞാൻ ഡെയിലി തേക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ ഡെയിലി ഒരു സെൽഫി എടുത്ത് അയക്കും വീട്ടിലേക്ക് പിള്ളേർക്ക് ഗുഡ് മോർണിംഗ് പ്രസന്റ് ചെയ്യുന്ന നെറ്റ്ഫ്ലിക്സിൽ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ടല്ലോ, അല്ലെങ്കിൽ മണിരത്നം പ്രസന്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എസ്തെറ്റിക്സ് ഉണ്ട്. അതുപോലെ ജിത്തു ജോസഫ് പ്രസന്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ട്വിസ്റ്റുകൾ, ക്ലൈമാക്സിലെ റിവീലുകൾ, അതൊക്കെ ഇതിലൂടെയും വരുന്നുണ്ടോ ആ സമയങ്ങളൊക്കെ? നിങ്ങളോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, എങ്ങനെയെങ്കിലും ബെഞ്ച് മാർക്ക് ഒന്ന് ഒഴിവാക്കി തരാമോ? കാരണം ഈ ബെഞ്ച് മാർക്ക് കാരണം ജീവിക്കാൻ പറ്റും. കാരണം ബേസിക്കലി എന്താ പറയുക, ഞാൻ കുറച്ച് സിനിമകൾ ചെയ്തു, അതിനകത്ത് കുറച്ച് ത്രില്ലേഴ്സ് ആയിരുന്നു. ഞാൻ ഹ്യൂമർ ചെയ്തിട്ടുണ്ട്, ഫാമിലി ഡ്രാമ ചെയ്തിട്ടുണ്ട്, കോർട്ട് റൂം ഡ്രാമ ഒക്കെ ചെയ്തിട്ടുണ്ട്. ബെഞ്ച് മാർക്കിൻ്റെ ഒരു ഇതെന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എൻ്റെ പ്രോബ്ലം അതാണ്. അപ്പം ദൃശ്യം ഇറങ്ങി കഴിഞ്ഞപ്പോൾ തൊട്ട് ഏത് സിനിമ വന്നാലും ദൃശ്യം പോലെ ആയാലും ഞാൻ വേറെ ദൃശ്യം 1 ഉം 2 ഉം തമ്മിൽ കമ്പയർ ചെയ്യുന്ന എനിക്ക് മനസ്സിലാക്കാം. അപ്പം എനിക്കതിപ്പോഴും കൺഫ്യൂസ്ഡ് ആകുമല്ലോ. അതുകൊണ്ട് ഞാൻ ദയവ് ചെയ്ത് പറയാം, എൻ്റെ ബെഞ്ച് മാർക്കും ലെവൽ ക്രോസും തമ്മിൽ കണക്ട് ചെയ്യണ്ട. ലെവൽ ക്രോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫിലിം, ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി, അതിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്ത നല്ല ക്യാരക്ടറൈസേഷൻസ് ഉണ്ട് അതിനകത്ത്. അപ്പം അതൊരു പുതിയ ഫിലിം മേക്കറുടെ ഒരു തോട്ടാണ്. അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അല്ലാതെ നിങ്ങളിത് ഈ സിനിമ ജിത്തു ജോസഫിൻ്റെ യൂഷ്വൽ ട്വിസ്റ്റ് അങ്ങനെ അത് പ്രത്യേകിച്ച് വരണ്ടേ. ഇതൊരു ഒരു വ്യത്യസ്തമായ ഒരു സിനിമ, ഒരു നല്ലൊരു സിനിമ കാണുക എന്നുള്ള രീതിയിൽ വരിക. അല്ലാതെ ഇതിനകത്ത് ഭയങ്കരമായ ട്വിസ്റ്റ് ഉണ്ട്, അല്ലെ ഭയങ്കരമായ ഹ്യൂമർ ഉണ്ട്, അങ്ങനത്തെ ഒന്നുമില്ല. ഇതൊരു ഡിഫറെൻറ്റ്, അതേപോലെ ഒരു വ്യത്യസ്തമായൊരു സിനിമ എന്ന് കരുതി ഒരു കാര്യം ഞാൻ പറയുന്നത് ലോകത്തിൽ ഇന്നവരെ ആലോചിച്ച് എന്നൊന്നും അവകാശപ്പെടുന്നില്ല. പക്ഷെ വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ എന്നാണ് എൻ്റെ വിശ്വാസം. കുറെ നാളുകളായിട്ടുള്ള വ്യക്തിയാണ്, അതിനെ ഇൻഡിപെൻഡന്റ് ആണ്, അത് ഏറ്റവും സന്തോഷിക്കുന്ന വ്യക്തിയായിരിക്കും താങ്കൾ. എനിക്കൊരു സംശയമില്ല. അർഫാസ് പല കഥകൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞു. അതിൽ ഏതെങ്കിലും കഥ ജിത്തു സാർ ചെയ്യണമെന്ന് എന്തെങ്കിലും തോന്നുന്നു? അർഫാസ് പറയും ആഗ്രഹിച്ചു കഥകൾ അല്ല പറഞ്ഞു. എനിക്ക് അർഫാസ് ഒരു നല്ലൊരു തോട്ട് ഒരിക്കൽ എന്നോട് പറഞ്ഞു. പാവം കഷ്ടപ്പെട്ട് അതൊരു വർക്ക് ചെയ്തുകൊണ്ട് വന്നത് അത് അർഫാസിന് വേണ്ടി തന്നെ. എനിക്കും ഇഷ്ടപ്പെട്ട ഒരു ഹ്യൂമർ ട്രാക്കിലുള്ളൊരു സിനിമയായിരുന്നു, ഒരു ഇൻട്രസ്റ്റിംഗ് ഉണ്ട്. അത് പകുതി വർക്ക് ചെയ്തപ്പോഴത്തേക്ക് അതേ കഥയിൽ വേറൊരു സിനിമ വന്നു മലയാളത്തിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴൊരു ദിവസം വിളിച്ചു വന്നു, ഇങ്ങനെ സാറേ ആ സിനിമ ഉണ്ട്, അത് തന്നെയാന്ന് പറഞ്ഞു. പിന്നെയും എന്നോട് ഓരോ തോട്ടുകൾ പറഞ്ഞു. അതൊക്കെ കുറച്ച് ഐഡിയാസ് എങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചിലത് പറയുമ്പോൾ ചില ഐഡിയാസ് നമ്മൾ സ്ക്രീൻ പ്ലേ ചെയ്ത് വർക്ക് ചെയ്ത് വരുമ്പോൾ ഭയങ്കരമായിട്ടും അത് നന്നായി വരാം. ചിലത് അത്രയും നന്നായി വന്നെന്ന് വരില്ല, ചിലപ്പോൾ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെ പലത് പറഞ്ഞ കൂട്ടത്തിൽ എന്നോട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് എന്നോട് പറയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അർഫാസ് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആസ് എ ഫിലിം മേക്കർ നിങ്ങൾക്കത് ഭയങ്കര ഒരു ബ്രേക്ക് ത്രൂ, യു ആർ സംതിങ് ഡിഫറെൻ്റ് എന്നുള്ളൊരു ഫീല് എനിക്ക് തോന്നി. അത് ചിലപ്പോൾ ഓഡിയൻസിന് കിട്ടുമായിരിക്കും എന്നെനിക്ക് തോന്നി. അത് അല്ലാതെ പിന്നെ അർഫാസ് കൊണ്ടുവരുന്ന ഒരു കഥ ഇഷ്ടപ്പെട്ടാലും എനിക്ക് ഇഷ്ടപ്പെട്ട ആഗ്രഹം തോന്നിയാൽ ഞാൻ വിട്ടായിരിക്കത്തേ ഉള്ളൂ. കാരണം അത് അർഫാസ് ചെയ്യട്ടെ. വരാത്തെന്ന് ഓർത്തോണ്ടിരിക്കുക. സമയത്തൊക്കെ അർഫാസ് കൂടെ ഉണ്ട്. ആ പ്രൊഡ്യൂസറിലേക്ക് എങ്ങനെ പോയെന്ന് കൂടെ അറിയാൻ. ആ പ്രൊഡ്യൂസർ എങ്ങനെയാണ് പോയത്? അല്ല അത് ഞാൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു ഏത് സമയത്തായിരുന്നു ഞാനത് പറഞ്ഞു. ദൃശ്യം 2 തെലുങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വിളിച്ച് പറയുന്നത്. അപ്പം അന്നത്തെ ക്ലാസിഫായിട്ടൊക്കെ സംസാരിച്ചു അല്ലേ? ഇല്ല, അതിന് മുമ്പ്. അപ്പം ഞങ്ങൾ ആദ്യം പ്രൊഡ്യൂസറോടാണ് സംസാരിച്ചത്. അത് മറന്നുപോയി. ഞാനാണ് രമേശ് സാറിനോട് പറഞ്ഞത്.
അപ്പം അദ്ദേഹത്തിനും കഥ ഇഷ്ടപ്പെട്ടു, അദ്ദേഹം അങ്ങനെയാണത് ഏറ്റെടുക്കാൻ തയ്യാറായത്. അതിന് വഹിച്ചിട്ടുള്ള കോസ്റ്റ്യൂംസ്, ലുക്സ്, 2 ലുക്ക് ഉണ്ടെന്നൊക്കെ ട്രെയിലർ കണ്ടപ്പോഴാണ് മനസ്സിലായത്. എത്രത്തോളം ഫിസിക്കലി ഡിമാൻഡിങ് ആയിരുന്നു ലെവൽ ക്ലോസ്? ഫിസിക്കലി ഡിമാൻഡിങ് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു മേജർ കൺസേൺ അങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് എത്തുമ്പോൾ, ആ ഒരു അപ്പിയറൻസിലേക്ക് എത്തുമ്പോൾ അതൊരു ഫാൻസി ഡ്രസ് ആവരുത് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ലുക്ക് അതൊട്ടും ഈ ഏച്ച് കെട്ടി വെച്ച ഒരു ഫീൽ ഇല്ലാതെ കുറച്ച് റിയൽ ആയിരിക്കണം, ഒറിജിനൽ ആയിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് 3-4 ഗെറ്റപ്സ് നമ്മൾ ഫൈനൽ ചെയ്തിരുന്നു. കുറച്ചധികം കോസ്റ്റ്യൂംസ് ട്രയൽ ചെയ്തിരുന്നു. അപ്പോൾ ആ ഗെറ്റപ്പിലാണ് നമ്മൾ ഈ പറയുന്ന രീതിയിലേക്ക് ക്യാരക്ടർ നരേഷനിലേക്ക് മീറ്റ് ചെയ്യുന്ന ഏറ്റവും അടുത്തുള്ളൊരു ഗെറ്റപ്പായിട്ട് തോന്നിയതായിരുന്നു. അപ്പം അതിനോട്, ആ ക്യാരക്ടറിനോട് ജസ്റ്റിഫൈ ചെയ്യുന്ന ഞങ്ങളെ കൊണ്ട് പോസിബിൾ ആയിട്ടുള്ളൊരു ഇത്. പിന്നെ ചാലഞ്ച് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും വലിയ ചലഞ്ച് അത് തന്നെയായിരുന്നു. നമ്മൾ ഈ വേഷം കെട്ടുകയും പെർഫോം ചെയ്യുന്ന സമയത്ത് ക്യാരക്ടർ ലൂസ് ആവുകയും ചെയ്യുമ്പോഴാണ് അത് ഫാൻസി ഡ്രസ് ആവുക. അപ്പോൾ അത് ആവാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അത് ഇനി പ്രേക്ഷകരാണ് പറയേണ്ടത്. ഇപ്പോൾ ഓരോ സമയത്ത് മലയാളത്തിൽ ഓരോ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് അമലപ്പോളിന് ഓരോ കാരണങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഇന്ത്യൻ പ്രണയകഥ ചെയ്യുന്ന സമയത്ത് ഇതിൽ ഇന്നസെന്റ് ഉണ്ടോ എന്നുള്ളതാണ് സത്യത്തിൽ കണ്ണോട് ചോദിക്കുന്നത്. അതുപോലെ ലാലേട്ടൻ്റെ കൂടെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ചെയ്യാം, അല്ലെങ്കിൽ ജോഷി സാറിന്റെ ഡയറക്ഷനിൽ അഭിനയിക്കാം. ലെവൽ ക്രോസിന്റെ ഏറ്റവും വലിയ അങ്ങനത്തെ ഒരു കഥയല്ലാതെ ഇഷ്ടപ്പെടുത്തിയത് എന്താണ്? സത്യേട്ടനോട് ഞാൻ ഒരു ഇന്ത്യൻ പ്രണയകഥയിൽ ഇന്നസെന്റ് ഉണ്ടോ എന്ന് ചോദിക്കാൻ കാരണം എന്നാലേ ഞാൻ സിനിമ ചെയ്യുള്ളൂ എന്നുള്ളതല്ല. ഞാൻ ഇന്നസെന്റ് ഭയങ്കര വലിയ ഫാനാണ്. പിന്നെ സത്യേട്ട ഫിലിമിലുള്ള ഒരു കോമൺ ഫാക്ടർ ആണല്ലോ, അപ്പം ആ ഒരു എക്സൈറ്റ്മെന്റിലാണ്. പിന്നെ റൺ ബേബി റൺ ആണെങ്കിലും അതിൻ്റെ സ്റ്റോറി, ലാലേട്ടൻ, ജോഷി സർ, ഇറ്റ്സ് എ കോംബോ. അതൊക്കെ ഒരു വലിയൊരു ബ്ലെസ്സിങ്സ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ആക്ച്വലി ഞാൻ ചൂസ് ആൻഡ് പിക്ക് ചെയ്ത ഫിലിംസ് അല്ല, എന്നിലേക്ക് വന്ന ഫിലിംസ് ആണിത്. അതുപോലെ തന്നെ ഈ പ്രോജക്റ്റ് വന്നപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ജിത്തു സാർ വിളിക്കുന്നു എന്നെ. പിന്നെ ഞാൻ സ്റ്റോറി കേട്ടു. ആൻഡ് ഇതിൻ്റെ ആക്ടേഴ്സ്, ആസിഫ് ആൻഡ് ഷറഫുദ്ദീൻ, ടെക്നിക്കലി സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്രൂ. ആൻഡ് മെയിൻലി എനിക്ക് ഇതിൻ്റെ സ്റ്റോറി, ആൻഡ് എനിക്ക് ആസ് എ ഡയറക്ടർ അർഫാസ് എനിക്കത് നറേറ്റ് ചെയ്തതും അർഫാസിൻ്റെ ഒരു വിഷൻ, അർഫാസിൻ്റെ ക്ലാരിറ്റി, എന്നെ അതെല്ലാമാണ് കൺവിൻസ് ചെയ്തത്. So overall it was a good project to be a part of എന്ന് തോന്നി. എനിക്കൊരു നല്ലൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, ഒരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു ഇത് എന്തായാലും വർക്ക്ഔട്ട് ആവും. ബിക്കോസ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും ഇത് അത്രയും തന്നെ ഈ പടം അർഫാസ് എങ്ങനെയാണോ കാണുന്നത് അതേ വിഷൻ തന്നെയുള്ള ആക്ടേഴ്സും ടെക്നീഷ്യൻസും തന്നെയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. സോ അത് നന്നായിട്ട് വരും എന്നുള്ളൊരു കോൺഫിഡൻസും ഉണ്ടായിരുന്നു. സോ പ്രസന്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ മലയാളം എക്സ്പെക്ട് ചെയ്യും. എന്തൊക്കെയാണ് ചിത്രത്തിലെ സസ്പെൻസ് ആണ് ഒളിപ്പിച്ചിരിക്കുന്നത്? സസ്പെൻസ് നേരത്തെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ട് പറയാ. ജീതു സാറിൻ്റെ പേര് അസോസിയേറ്റഡ് ആകുമ്പോൾ ഓബ്വിയസ്ലി അതിലൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ഹെൽപ്പ് ടു അട്രാക്ട് ദി ഓഡിയൻസ്. അറ്റ് ദ സെയിം ടൈം അതൊരു റെസ്പോൺസിബിലിറ്റി കൂടെയാണ്. സാറിൻ്റെ പേര് മോശമാക്കാണ്ട് നമ്മൾ സിനിമ ചെയ്യണമല്ലോ. So I feel we as a team have done justice to it. ബാക്കി നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കാം. ഞാനൊരു മിനിറ്റ് പറഞ്ഞത് ബേസിക്കലി 1-2 കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് വിഷ്വൽ, ഒരു ലൊക്കേഷൻ. സിനിമയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് റൂൾസും ഒന്നുമില്ല. നമ്മൾ എൻഗേജിങ് ആയിരിക്കുക എന്നുള്ളത്. 2 പേരെ ഉള്ളൊരു ആ 2 പേര് അത് വെൽ സ്ക്രിപ്റ്റഡ് ആണ്, വെൽ പെർഫോംഡ് ആണെങ്കിൽ ആ സിനിമ നിൽക്കും. എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ എത്രയോ 100 ആർട്ടിസ്റ്റ് നിന്ന് അഭിനയിച്ച പടമൊക്കെ ഇവിടെ തിയേറ്ററിൽ കൂടെ സർവൈവ് ചെയ്യാതെ പോയിട്ടുണ്ട്. സോ അതല്ല എനിക്ക് ഇതിനകത്ത് ഏറ്റവും അട്രാക്ഷൻ തോന്നിയത്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അർഫാസ് എന്നോട് വന്ന് ഈ കഥ പറഞ്ഞപ്പോൾ ഞാൻ അർഫാസ് അങ്ങനെ ചിന്തിച്ചല്ലോ എന്നുള്ളത്. ആസ് എ ഫിലിം മേക്കർ സാധാരണ ആൾക്കാർ ചിന്തിക്കുന്നതിൽ നിന്ന് വിഭിന്നമായി ചിന്തിച്ചു എന്ന് കരുതി അർഫാസ് ഇപ്പോൾ പറയുന്ന ലോകത്തിൽ ഇന്നേവരെ ആരും പറയാത്ത കാര്യമൊന്നുമല്ല. കാരണം ഞാൻ പണ്ട് ഞാൻ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്ന സമയത്ത് ശേഖർ കപൂർ, ഞാനൊരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, മഹേഷ് ഭട്ട് ശേഖർ കപൂർ ഇൻ്റർവ്യൂവിലും മഹേഷ് ഭട്ട് ശേഖർ കപൂറിനോട് ചോദിക്കുന്നുണ്ട്, ബഡ്ഡിങ് ഡയറക്ടേഴ്സിന് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇഫ് യു വാണ്ട് ടു ബി എ ഗുഡ് ഡയറക്ടർ ഗോ അഗൈൻസ്റ്റ് ദ റൂൾസ് ഓഫ് ദ ഇൻഡസ്ട്രി എന്നാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും ഒരേ പാറ്റേൺ, ഒരേ ഇത് എങ്ങനെ ചെയ്യും, അങ്ങനെ ചിന്തിക്കുമ്പോൾ അർഫാസ് വന്ന് എന്നോട്, അർഫാസ് പല കഥകൾ പറഞ്ഞിട്ടുണ്ട്, അത് പലതും ബാക്കിയൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. കാരണം ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫിലിം. അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത്. കാരണം മലയാളത്തിന് ഇന്ന് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് സിനിമകൾ ചെയ്യാനും
അത് ആസ്വദിക്കാനും കഴിവുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മൾ കേരള മലയാളികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ധൈര്യമായിട്ട് ഇരുന്നത്. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഫിലിം. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ അതിനകത്ത് വിഷ്വലും മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിംഗ് ഉണ്ട്, എഴുത്തുണ്ട്, ഇവരുടെ പെർഫോമൻസ് ഉണ്ട്. അതിലാണ് സിനിമ നിൽക്കുന്നത്. ഓഫ് കോഴ്സ് ഫോട്ടോഗ്രാഫി ഉണ്ട്, ബാക്കി എല്ലാ ഘടകങ്ങളും ഉണ്ട്. അപ്പം അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും.